ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ മരത്തെ കൊള്ള അടുക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലുള്ള കാര്യമാണല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴം ഭക്ഷിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഒരിക്കലും ശറഇന്റെ സാങ്കേതിക ഭാഷയിൽ മഅസിയത്ത്, തെറ്റ് എന്ന് പറയില്ല. കാരണം ദാറു തക്ലീഫായി അല്ലാഹു തആല സ്വർഗത്തെ പറഞ്ഞിട്ടില്ല. തക്ലീഫിന്റെ സ്ഥലമായി കൊണ്ട് അല്ലാഹു തആല സ്വർഗത്തെ പറഞ്ഞിട്ടില്ല. ദാറു തക്ലീഫ് ദുനിയാവാണ്. ദുനിയാവിൽ തക്ലീഫ് ഉണ്ടാവുകയും ആ തക്ലീഫിന് വിപരീതം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല അതിനെ തെറ്റായിക്കൊണ്ട്, ശറഅ് അതിനെ തെറ്റായിക്കൊണ്ട്, ഫിസ്കായിക്കൊണ്ട് പറയുന്നത്. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു ആദം അലൈഹി സ്വലാമിനോട് പറഞ്ഞ കാര്യം, ആ പറഞ്ഞ കാര്യം ആദം അലൈഹി സ്വലാം നിർവഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരിക്കലും ഫിസ്കാണ്, തെറ്റാണ് എന്ന് സാങ്കേതിക ഭാഷയിൽ പറയാൻ പറ്റൂല. ഹലോ, അസ്സലാമു അലൈക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ മഹാന്മാർ തെറ്റിൽ നിന്ന് അകന്നവരും മഹാന്മാരുമൊക്കെ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് എന്നതിന് നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് എന്റെ അടുത്ത ഒന്ന് മൈക്രോലിസ്. തീർച്ചയായും തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ മഹാന്മാരാകൂ. തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് മഹാന്മാരാവുക. അങ്ങനെ അകന്നു നിൽക്കുമ്പോഴേ മഹാന്മാരാകൂ. അവർ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. മഅസൂമുകളായിക്കൊണ്ട് അമ്പിയാക്കളെന്ന് പറഞ്ഞാൽ അല്ലാത്തവരൊക്കെ തീർച്ചയായും തെറ്റ് ചെയ്യണം, തെറ്റ് ചെയ്തേ പറ്റൂ എന്നല്ലതിന് താല്പര്യം. തെറ്റുകളെ തൊട്ട് വിട്ടുനിൽക്കുകയും എന്തെങ്കിലും അപാകതകൾ, കുറവുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടതുപോലെ തൗബയും ഖേദവും ഉണ്ടാവുകയും ചെയ്യുന്നവരാണ് മഹാന്മാർ. അപ്പോൾ നമ്മൾ കാണുന്ന ചില മഹാന്മാരെന്ന് അറിയപ്പെടുന്ന, അല്ലെ വലിയ വലിയ പണ്ഡിതന്മാരെന്ന് അറിയപ്പെടുന്ന ആൾക്കാരിൽ നിന്നും വലിയ രീതിയിൽ തെറ്റുകൾ നമ്മൾ നിരന്തരം കാണുകയും അല്ലെങ്കിൽ വിശ്വസനീയമായ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവരെ മഹാൻ എന്ന് വിളിക്കാൻ പറ്റുമോ? നിരന്തരമായിട്ട് നമ്മൾ സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, വളരെ മോശമായ തെറ്റുകൾ നിരന്തരം കാണുമ്പോൾ നമുക്ക് അവരെ വലിയ പണ്ഡിതന്മാരെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ അറിയാൻ താല്പര്യം. മൈക്ക് റിലീസ്. ഒരു വ്യക്തിയുടെ പക്കൽ നിന്ന് ധാരാളം തെറ്റുകൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം കാന്തപുരം മുസ്ലിയാർ. അദ്ദേഹം ഏറ്റവും നീചമായ തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പച്ചക്കളവ് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ ഇത് സമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം തെറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. തെറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയണം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും, അത് ആരാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇപ്പോഴും അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയുടെ പക്കൽ നിന്ന് നേരിട്ട് തെറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും മഹാനാണെന്ന് പറയാൻ പറ്റൂല. ഏറ്റവും പ്രസക്തമായ ചർച്ചകളാണ് നമുക്ക് ആവശ്യമുള്ളത്. വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിക്കൊണ്ട് സമയം വെറുതെ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ചർച്ചകളൊന്നും നമുക്ക് ഒരിക്കലും ആരോഗ്യകരമല്ല. അതുകൊണ്ട് സഹോദരന്മാർ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നുണ്ടോന്നാവോ? എന്റെ ചോദ്യം ഫിറാസത്തുൽ മുഅ്മിനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഈ മിസാജും ഫിറാസത്തുൽ മുഅ്മിനും തമ്മിൽ ബന്ധമുണ്ടോ, അത് എങ്ങനെയാണ് എന്നുള്ള വിഷയമാണ് എനിക്ക് അറിയേണ്ടത്. മിസാജും ഫിറാസത്തുൽ മുഅ്മിനും, ഞാൻ ചോദ്യം ടൈപ്പ് ചെയ്യുന്നതും കൂടിയുണ്ട്. മിസാജും ഫിറാസത്തുൽ മുഅ്മിനും തമ്മിലുള്ള
ആ ബന്ധം അതായത് ഫിറാസത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞതിന്റെ ഭൗതിക തലമാണോ ഈ മിസാജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിസാജിന്റെ ആത്മീയ ലെവൽ ആത്മീയമായ ഭാഗമാണോ ഫിറാസത്തുൽ മുഅ്മിൻ എന്നുള്ളത് എന്നൊന്നും അറിഞ്ഞാൽ തെറ്റില്ല. അതിനുമായുള്ള ബന്ധം എന്ന് അറിഞ്ഞാൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം. ചോദ്യം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദിന്റെ ഒരു സംശയം ആണ് നമ്മൾ കേട്ടത്. മിസാജ് അതുപോലെ തന്നെ ഫിറാസത്തുൽ മുഅ്മിൻ തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? മിസാജ് ഏതോ ആവട്ടെ, ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂൻ അവരുടെ മുഖദ്ദിമയിൽ ഈ കാര്യം പറയുന്നുണ്ട്. മിസാജ് ഏതോ ആവട്ടെ, ചിലപ്പോ ഹറാറത്ത് മിസാജായവരാവാം, ചിലപ്പോ ബുറൂദത്ത് മിസാജായവരാവാം. അപ്പൊ ഏത് മിസാജാണെങ്കിലും അത് ശരീരത്തിന്റെ ഒരു ഘടനയാണ് മിസാജ്. അത് ചികിത്സാ ശാസ്ത്രത്തിലാണ് മിസാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുള്ളത്. ഏത് മിസാജാവട്ടെ, ഏത് മിസാജാണെങ്കിലും ഏത് മിസാജുകാരനാണെങ്കിലും നമ്മൾ സാധാരണ ഭാഷയെ പറച്ചില്ല, ഓന് ഒരു തണുപ്പനാണല്ലോ എന്ന് പറയും. ചില ആളുകളുണ്ടാവും എപ്പോഴും ഇങ്ങനെ വലിയ ആവേശം കാണിച്ചുകൊണ്ടുള്ള ആളുകൾ. ഇതൊക്കെ മിസാജിന്റെ ഭാഗം തന്നെയാണ്. മിസാജ് പറഞ്ഞൊരു പ്രകൃതി എന്നാണ് അതിന്റെ ഭാഷാർത്ഥം പ്രകൃതി എന്നാ. അപ്പോ മിസാജും അതുപോലെ തന്നെ ഫിറാസത്തുൽ മുഅ്മിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഫിറാസത്തുൽ മുഅ്മിൻ ഒരു മനുഷ്യന്റെ ഹൃദയശുദ്ധി, അദ്ദേഹത്തിന്റെ തഖ്വയുടെ അളവ് അതിനനുസരിച്ചുണ്ടാവുന്ന കാര്യമാണ്. അത് ഏത് മിസാജുകാരനാണെങ്കിലും അത് സംഭവിക്കും. ഇതാണ് ഇബ്നു ഖൽദൂന്റെ വിശദീകരണം. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദിന്റെ മൈക്കിലേക്ക് വരണം. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം. സമയം വളരെ വൈകിയിട്ടുണ്ട്, 1:30 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും വൈകുമ്പോൾ അത് രാവിലെ ശബിക്കിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദിന്റെ മൈക്കിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇരു ലോകത്തും ഖൈർ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിച്ച് മറ്റ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദിനോട് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി